ഓപ്പറേഷൻ സിന്ദൂരും പഹൽഗാം വിഷയവും ചർച്ച ചെയ്യാമെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ. ഓപ്പറേഷൻ സിന്ദൂരിന്റെ എല്ലാ വിശദാംശവും പങ്കുവയ്ക്കും. പൂർണ്ണതോതിൽ ചർച്ച നടത്തുമെന്ന് ജഗ്ദീപ് ധൻഖഡും പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് പൂർണ്ണ പിന്തുണയാണ് പ്രതിപക്ഷം നൽകിയതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. എന്തുകൊണ്ട് ഭീകരാക്രമണം നടത്തിയ ഭീകരരെ പിടികൂടിയില്ലെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ചോദിച്ചു. ട്രംപിന്റെ ഇടപെടൽ പ്രസ്താവനയും ഖർഗെ രാജ്യസഭയിൽ ഉന്നയിച്ചു. पहलगाम एंड ऑपरेशन सिंदूर के बारे में आपने जो दुनिया को बताया, हमको बताया, हिंदुस्तान के लोगों को बताया, उसकी बात कर रहा हूं. हमारे को इंफॉर्मेशन तो देना चाहिए. हमारे से तो आपने मदद ली. और दूसरी चीज सर, अमेरिका के राष्ट्रपति ट्रंप 24 बार उन्होंने बाद में सभा 24 बार उन्होंने कहा मेरे इंटरफियरेंस से मैं समझौता किया तभी ये युद्ध स्टॉप जो हुआ मेरे वजह से हुआ. अरे देश के साथ ये अपमानजनक है. एक बार का आदमी ഡി ധനസുമോദ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ധനസുമോദ്, ഈ ചർച്ചയാകാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് ഏതു തരത്തിലുള്ള ചർച്ച? ഇന്നുണ്ടാകുമോ ചർച്ച? അതിന്റെ സമയം തീരുമാനിച്ചിട്ടുണ്ടോ? എന്താണ് ഗവൺമെന്റിന്റെ ആ കാര്യത്തിലുള്ള സമീപനം, നയം എന്താണ്? ഈ പഹൽഗാം ഈ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യണമെന്നുള്ളതിൽ നിഷാദ്, വിശദമായ ചർച്ച തന്നെ ഓപ്പറേഷൻ സിന്ദൂരും പഹൽഗാം വിഷയത്തിലും ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇന്ന് മല്ലികാർജ്ജുന ഖാർഗെ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത്. അദ്ദേഹം ആദ്യം ചൂണ്ടിക്കാണിച്ചത് തന്നെ ഈ പാർട്ടികൾ, എല്ലാ പാർട്ടികളും, പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും ഒന്നടങ്കം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സർക്കാരിനെ പിന്തുണച്ചിരുന്നു. അത് രാജ്യത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഒരു തരത്തിലുള്ള ഒരു മാനദണ്ഡവും ഇല്ലാതെ ഒരു പിന്തുണ നൽകിയിരുന്നത്. പക്ഷെ പിന്നീട് സർക്കാർ കാണിക്കുന്നത്, സർക്കാർ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താണ് സംഭവിച്ചത് എന്ന് രാജ്യത്തിന് അറിയണം. അത് ലോക്സഭയിലും രാജ്യസഭയിലും കൃത്യമായി പ്രസ്താവന നടത്തണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഉന്നയിച്ചത്. ഈ സമയത്ത് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച ജെ.പി. നദ്ദ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചത്. പക്ഷേ അതിനുള്ളൊരു സമയം ഏത് സമയത്താണ് ഈ ചർച്ച നടത്തുന്നത് എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷം ചർച്ച 12 മണിക്ക് സഭ പിരിഞ്ഞപ്പോൾ ആദ്യം തന്നെ അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഈ വ്യോമയാന മന്ത്രി നടത്തും എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ നിമിഷം വരെ അഹമ്മദാബാദ് വിമാന ദുരന്തം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളൊരു കാര്യത്തിൽ വ്യോമയാന മന്ത്രി കടന്നിട്ടില്ല. അദ്ദേഹം പട്നയിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അവിടുത്തെ വിമാനത്താവളങ്ങളിൽ നടത്തുന്ന വികസനങ്ങളെക്കുറിച്ചുമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ ഒരു ഭാഗം രാജ്യസഭ ഇപ്പോഴും നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ലോക്സഭയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ഉറപ്പ് നൽകാനായിട്ട് ഇതുവരെ ഒരു കേന്ദ്രമന്ത്രിമാരും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം പൂർണ്ണമായി നടുത്തളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യ പാർട്ടികൾ ഈ സഭാ നടുത്തളത്തിൽ ഇറങ്ങി പ്രധാനമന്ത്രി എവിടെ എന്നുള്ളൊരു കാര്യമാണ് വിളിച്ചു ചോദിക്കുന്നത്. കാര്യം സഭയുടെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി സഭയിൽ വന്നിരുന്നെങ്കിൽ പോലും പിന്നീട് 12 മണിക്ക് സഭ വീണ്ടും ചേർന്ന് കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി സഭയിലില്ല. അതുകൊണ്ട് സഭയിൽ പ്രധാനമന്ത്രി എത്തി എന്താണ് ഇതിൽ സംഭവിച്ചത്, ഡൊണാൾഡ് ട്രംപ് പറയുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള അർത്ഥമുണ്ടോ, അത് കാര്യമുണ്ടോ, വസ്തുതയുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ വിശദീകരിക്കണം എന്നുള്ള ആവശ്യപ്പെട്ടുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ ബഹളം ഇപ്പോഴും ലോക്സഭയിൽ തുടരുകയാണ്.